30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ഉന്മേഷക്കുറവ്, അലസത, അതുപോലെ തന്നെ മുഖത്തൊക്കെ ഒരുപാട് പിമ്പിൾസ് വരിക, കഴുത്തിലും ആംപിറ്റിലും തുടയിടിക്കലും ഒക്കെ ഡാർക്ക്നെസ് കൂടിയിട്ട് വരിക, അതുപോലെ തന്നെ ഇവർക്ക് മോട്ടീവ് ഉണ്ടാവാതിരിക്കുക, പീരീഡ്സിലെ വ്യത്യാസങ്ങൾ വരിക, ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ഇവരുടെ ഹോർമോണൽ ഇംബാലൻസ് കാരണമായിരിക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, 30 വയസ്സിന് മുകളിലുള്ള ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, നിരാല നാച്ചുറൽ കെയർ സെൻ്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. 30 വയസ്സിന് മുകളിൽ വരുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ക്ഷീണം ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അവർക്കൊന്നും ചെയ്യാനായിട്ടൊരു മോട്ടീവ് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് എന്ന് എല്ലാവരും എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ പല ആളുകളും അതിനെ കളിയാക്കിക്കൊണ്ടും കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണം, ഒരു പക്ഷേ ഹോർമോണിൻ്റെ ഇംബാലൻസ് ഇല്ലാത്ത സ്ത്രീകൾക്ക് പോലും ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു സ്ത്രീയുടെ പീരീഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫേസുകളിൽ, ലൂട്ടിയൽ ഫേസിലായാലും ഫോളിക്കുലാർ ഫേസിലായാലും അവർക്ക് പലതരത്തിലുള്ള എനർജികളാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയങ്ങൾ മന്ത്ലി വൺസ് വരാറുണ്ട്. എന്നാൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായ ആളുകൾക്ക് ഇങ്ങനെയല്ല. അവരുടെ കാര്യം ഇതിനേക്കാളും ഒരുപാട് കഷ്ടമാണ്. അവർക്ക് എപ്പോഴും ഈ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാകും. കാര്യം എപ്പോഴും ഈ ഒരു ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊക്കെ കാര്യം അവരെപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമായിരിക്കും. ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് വരാനായിട്ടുള്ള കാരണങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്, ലൈഫ് സ്റ്റൈലിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ. കല്യാണം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഒരുപാട് കഴിക്കുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ കാരണം ജീവിതശൈലിയിൽ വന്ന ചെറിയ മാറ്റമായിരിക്കാം ഇവർക്ക് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവന്നത്. ഇതിനേക്കാൾ ഉപരി ഡെലിവറിക്ക് ശേഷം ഒരു ഹോർമോണൽ ഇംബാലൻസ് വരാനുള്ള കാര്യം വരുന്നുണ്ട്. അത് സ്ട്രെസ്സാണ്. എപ്പോഴും ഇത്തരത്തിലുള്ള കേസ് എടുക്കുന്ന സമയത്ത് അവർക്ക് തന്നെ അറിയില്ല ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പം 10-45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സൊക്കെയുള്ള ആളുകൾ പോലും ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവരുടെ പോസ്റ്റ് പാർട്ടം എത്രത്തോളമാണ് അവരിലേക്ക് സ്ട്രെസ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നും, അതുപോലെ തന്നെ അവരിലേക്ക് വന്നിട്ടുള്ള ആ ഒരു മാറ്റം, ആ മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഹോർമോണൽ ഇംബാലൻസിലേക്ക് എത്തിച്ചത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സ്ലീപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന എസ്പെഷ്യലി നഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അവർക്കിതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താനും കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ നൈറ്റിൽ സ്ലീപ്പ് കുറവുള്ളവർ, ഇത്തരത്തിൽ ജോലി ഇല്ലാതെ തന്നെ നൈറ്റിലെ സ്ലീപ്പ് വ്യതിയാനം വരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫോൺ യൂസ് ചെയ്തുകൊണ്ടും സ്ട്രെസ്സ് കാരണമൊക്കെ. അപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ്. ഇപ്പോൾ സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ആൻസൈറ്റി ആണ്, എന്തെങ്കിലും വിഷമങ്ങളാണ്, വിഷാദമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് 500 അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തിട്ട് ഒരു കൗൺസിലിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അതോടുകൂടി ആ ഒരു ലൈഫിൻ്റെ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിനിപ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനും ഒരു കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ഡോക്ടറിനോട് സംസാരിച്ച് ആ ഒരു ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. മിക്കപ്പോഴും ഇങ്ങനത്തെ അഡിക്ഷൻസ് ഉണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കാരണം തന്നെ ആയിരിക്കാം. നമുക്ക് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുന്നതും ഒക്കെ ഒരു എന്തെങ്കിലും ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ഒക്കെ കാരണം തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്നും മാറ്റാനായിട്ട് ശ്രമിക്കുക. ഈ നൈറ്റ് ഷിഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ, ഇത്തരം നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന ആളുകൾ പകൽ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് 7 മണിക്കൂർ ഡാർക്ക് റൂമിൽ തന്നെ ഉറങ്ങുക എന്നുള്ളതാണ്. ഫുഡ് ഹാബിറ്റ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മിക്കപ്പോഴും ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകൾ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും എപ്പോഴും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഫ്രോസൺ ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഫുഡ് അൺഹൈജീനിക്കും അൺഹെൽത്തിയുമായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഹോർമോണൽ ഇംബാലൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾ ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫുഡിനകത്ത് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മെറ്റബോളിസം കൂടാനായിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കുറയാനായിട്ടോ എന്തെങ്കിലുമൊക്കെ പൊടികൾ, പൗഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അടുത്തതായിട്ട് ഹോർമോണൽ ഇംബാലൻസ് വരാനായിട്ട് കാരണമാകുന്നത് ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകുന്നതാണ്. മിക്ക ആളുകളും പറയാറുണ്ട് ഒന്നും ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, അത് ഇല്ലാത്തതല്ല, നിങ്ങളത് കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ്. ഈ പറയുന്ന ആക്ടിവിറ്റിക്ക് വേണ്ടി നിങ്ങൾ മണിക്കൂറുകളോളം ഒന്നും മാറ്റി വെക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങളൊന്ന് സ്പെയർ ചെയ്യുക ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, ഫുൾ ബോഡി ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതിൽ നിങ്ങൾക്ക് വരുന്ന വ്യത്യാസം വളരെ വലുതാണ്. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൂടി ഇരുന്നാൽ മാത്രമേ ഹോർമോണിന് ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മെറ്റബോളിസം കൂടാനായിട്ട് ശരീരം നന്നായി അനങ്ങുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. അടുത്തതായിട്ട് അനാവശ്യമായിട്ട് സ്ട്രെസ് എടുക്കുന്ന ആളുകളുണ്ടാവും. ഒരു പക്ഷേ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണമായിരിക്കാം നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ളത്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ സ്ട്രെസ്സ് കൂടുതലുള്ള ക്യാരക്ടറായിരിക്കാം. ഇതിൽ ഏതായാലും സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇത്തരം ആളുകൾ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഞാൻ പറഞ്ഞ സിംറ്റംസ് നിങ്ങൾക്കുണ്ട്, ആദ്യം ഞാൻ പറഞ്ഞ സിംറ്റംസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രോമ തെറാപ്പി, സ്ട്രെസ് മാനേജ്മെൻറ്റ്, യോഗ, മെഡിറ്റേഷൻ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയി ആ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇത്തരം ആളുകൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. കാര്യം നിങ്ങളുടെ ബോഡിയിലെ മെറ്റബോളിസം ഒന്ന് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ ബോഡിയിൽ വന്നിരിക്കുന്ന മാറ്റം, ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ലതാർജി അതെല്ലാം മാറ്റണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ കുറയണം. അങ്ങനെ നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് കുറയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഫുഡ് കഴിക്കണം. അതായത് 4 ടേബിൾ സ്പൂൺ ആയിരിക്കണം നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്. അതിപ്പം നിങ്ങൾ വൈറ്റ് റൈസ് ആയാലും തവിടുള്ള അരി ആയാലും മില്ലറ്റ് ആയാലും ഏതൊന്നായാലും നിങ്ങൾ 4 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾ ആക്കിക്കോളൂ. പക്ഷേ ക്രമേണ നിങ്ങളത് 4ലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ 8 ടേബിൾ സ്പൂണെങ്കിലും ഫൈബർ ഉണ്ടായിരിക്കണം. അതിൽ 4 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് റോ വെജിറ്റബിൾസ് വേണമെങ്കിൽ എടുക്കാം, ലിവറിനൊന്നും പ്രശ്നമില്ലെങ്കിൽ. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ചീരത്തോരനോ അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ തോരനോ അവിയലോ ബീൻസോ ക്യാരറ്റോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതെടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മീൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതിൽ തന്നെ അയല, മത്തി, ചൂര ഇതെല്ലാം omega-3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹോർമോൺ ഇംബാലൻസിനെ ട്രീറ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ട് ഫിഷ് കറി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ച് പ്രോബയോട്ടിക്കും കൂടി ആഡ് ചെയ്യാം. ഇതിന് മുൻപ് ലഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഇപ്പോൾ അപ്പമായാലും പുട്ടായാലും ദോശയായാലും അതിൽ എടുക്കുക. കറിക്ക് കടല അല്ലെങ്കിൽ പരിപ്പ് ഇതൊന്നുമില്ല, ചമ്മന്തിയാണ് എടുക്കുന്നതെങ്കിൽ മുട്ട, അങ്ങനെ നിങ്ങൾ എന്താണോ എടുക്കുന്നത്, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയർ പുഴുങ്ങിയിട്ടെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കുക. അങ്ങനെ നിങ്ങൾ അതിനൊരു ബാലൻസ് കൊണ്ടുവരിക. ഫൈബറായിട്ട് എപ്പോഴും സാലഡ് എടുക്കുക. ഈ ഫൈബർ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സാലഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുക. വൈകിട്ടത്തെ ഡിന്നർ എപ്പോഴും ചുരുക്കുക, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കിട്ടാനായിട്ട് കുറച്ച് നേരത്തെ ആക്കുക. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഡിന്നറിലേക്ക് കൊണ്ടുവരിക. നേരത്തെ ആക്കാനാണെങ്കിൽ 5:30, 6:30 ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ ഡിന്നർ മാറ്റുക. അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സൂപ്പുകൾ ട്രൈ ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ കൂടുതലായിട്ടും നല്ല ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ബീൻസ്, ക്യാരറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സൂപ്പ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി സൂപ്പ് മാത്രം കഴിച്ചാൽ ആദ്യം വിശപ്പ് മാറില്ല എന്നുണ്ടെങ്കിൽ തിക്ക് സൂപ്പും അതുപോലെ തന്നെ സോർട്ടഡ് വെജിറ്റബിൾസും എടുക്കാവുന്നതാണ്. ഇതിലും വിശപ്പ് കൺട്രോൾ ആവാൻ പറ്റില്ല, ബിഗിനിങ്ങിലൊന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മില്ലറ്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ റൈസ് വെച്ചിട്ടോ ഒരു പുലാവ് പോലെ ഉണ്ടാക്കുക. കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് 4 ടേബിൾ സ്പൂൺ റൈസ് മാത്രം അല്ലെങ്കിൽ മില്ലറ്റ് മാത്രം ആഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിഷ് ഉണ്ടാക്കി അത് കൂടെ കഴിക്കുക. അതിനുശേഷം പതുക്കെ സോർട്ടഡ് വെജീസിലോട്ടും പിന്നെ പതുക്കെ സൂപ്പിലോട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഡയറ്റ് ക്രമീകരിച്ചുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുക. ഇതിൽ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഒരിക്കലും ഒരു ടോർച്ചർ, നിങ്ങളുടെ ബോഡി തന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലാവരുത് ഒരിക്കലും ഡയറ്റ് എടുക്കുന്നത്. എപ്പോഴും നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫുഡ് ആ ഒരു മോഡിഫിക്കേഷൻ വരുത്തി കൊണ്ടുവരേണ്ടത്. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സാത്വിക് ഡയറ്റ് നാച്ചുറോപ്പതി ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമാണ്. അത് അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഡയറ്റ് എടുക്കുന്നത്, മോഡിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റി ഇത്തരത്തിലുള്ള ഡയറ്റ് വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പ്ലേറ്ററാണ് ട്രൈ ചെയ്യുന്നത് എന്നും ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ആ ഒരു മെറ്റബോളിസം കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ഷുഗർ കൂടിയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, ഇത്തരം പ്രശ്നങ്ങളും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവില്ല. അടുത്തതായിട്ടെന്ന് പറയുമ്പോൾ എക്സസൈസും യോഗയും ആണ്. ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും എക്സസൈസ് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. യോഗ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹോർമോൺസ് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാനും ഒരു സെറട്ടോണിൻ ബൂസ്റ്റ്, ഡോപ്പമിൻ ബൂസ്റ്റ് ഒക്കെ ഉണ്ടാവാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് പലപ്പോഴും സ്ത്രീകളിൽ ഹൈപ്പോതൈറോയിഡിസവും അതുപോലെ തന്നെ PCOD, PCOS, ഫൈബ്രോയിഡ് ഇത്തരം കണ്ടീഷൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം ഹൈപ്പോതൈറോയിഡിസം വരാതിരിക്കാനായിട്ടും ഹോർമോണൽ ഇംബാലൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത് തൈറോയ്ഡ് ഹോർമോൺസ് കൂടി വ്യതിയാനത്തിൽ വരാതിരിക്കാനും നിങ്ങൾക്ക്
ന്യൂട്രൽ ത്രോട്ട് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ത്രോട്ടിന് ചുറ്റും ചുറ്റാൻ പാകത്തിനുള്ളൊരു കോട്ടൺ ക്ലോത്ത് ചൂടുവെള്ളത്തിൽ മുക്കി അതിനൊന്ന് പിഴിഞ്ഞ് ത്രോട്ടിന് ചുറ്റും ചുറ്റുന്നതാണ് ഈ ന്യൂട്രൽ ത്രോട്ട് പാക്ക് എന്ന് പറയുന്നത്. ഒരു 20 മിനിറ്റ്സ് നിങ്ങൾക്ക് വെച്ചിട്ട് എപ്പോഴെങ്കിലും റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇരിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഹോർമോൺ ബാലൻസിലേക്ക് കൊണ്ടുവരുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇനി ബാക്കിയുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ അതൊക്കെയാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹിപ്പ് ബാത്ത് അല്ലെങ്കിൽ കോൾഡ് അബ്ഡോമിനൽ പാക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഹിപ്പ് ബാത്ത് ആണെങ്കിൽ ഒരു വാവട്ടമുള്ള പാത്രത്തിനകത്ത് വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം അര ഇറക്കി വെച്ച് കാല് പുറത്തേക്കിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതും 20 മിനിറ്റ്സ് ആണ് ചെയ്യേണ്ടത്. അബ്ഡോമിനൽ പാക്ക്, കോൾഡ് അബ്ഡോമിനൽ പാക്ക് ആണെങ്കിൽ ഒരു 4 മടക്കാക്കാൻ പറ്റുന്ന ടവൽ വെറ്റ് ചെയ്ത് വയറ്റിലിട്ട് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചായയ്ക്ക് പകരമായിട്ട് ഹെർബൽ ടീകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹോർമോണൽ ഇംബാലൻസ് വളരെ ഈസി ആയിട്ട് കിട്ടും. അതായത് ജീരകം, അയമോദകം, ചുക്ക് ഇവ തിളപ്പിച്ചിട്ട് എടുക്കുന്ന ഒരു ഹെർബൽ ടീ അത് നിങ്ങളെപ്പോഴും 4 മണിക്ക് ഒരു 3 ദിവസം ചേർത്തെടുക്കുക. അത് കഴിഞ്ഞ് അജ്വൈൻ മാത്രം തിളപ്പിച്ച വെള്ളം ഒരു 3 ദിവസം എടുക്കുക. സിന്നമൺ ടീ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറയാറുണ്ട്. 150 ml വെള്ളം എടുത്ത് അതിനകത്ത് സിലോൺ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച് അതിനെ 50 ml ആക്കിയിട്ട് അത് ഒരു 3 ദിവസം എടുക്കുക. ഞാൻ ഈ 3 ദിവസത്തിന് കണക്ക് പറയുന്നത് അല്ലെങ്കിൽ 5 ദിവസം ഒരു ചെറിയ പീരീഡിൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഹെർബൽ ടീകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തുള്ള കണ്ടൻറ്റ് നിങ്ങളുടെ ബോഡിയിൽ കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ജിഞ്ചർ ടീ ഉപയോഗിക്കുക. ഇത് ചെമ്പരത്തി ഇല കൊണ്ടുണ്ടാക്കുന്ന ടീ ഉപയോഗിക്കാം. അങ്ങനെ ഹെർബൽ ടീകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെർബൽ ടീകൾ മെറ്റബോളിസം കൂടാനും ഹോർമോൺ ബാലൻസ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മിൽക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ, കോഫി ഒക്കെ മാറ്റിയിട്ട് ഈ ടീകൾ ഏതെങ്കിലും ഒരു നേരം റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ കരിഞ്ജീരകം വളരെ നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് മെറ്റബോളിസം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു സ്പൈസാണ്. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ പൊടി കൊണ്ടും നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ ഹെർബൽ ടീയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അശ്വഗന്ധ എടുക്കുന്നത് നല്ലതാണ്. അശ്വഗന്ധ ഫുഡിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ വയറ് അപ്സെറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ അശ്വഗന്ധ പാലിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ എപ്പോഴും ഇതൊരു ഡോക്ടറിൻ്റെ ഗൈഡൻസോട് കൂടി മാത്രം ചെയ്യുക. ഇനി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, അശ്വഗന്ധ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സും അവൈലബിൾ ആണ്. ഇതൊന്നും കൃത്യമായിട്ട് എടുക്കാൻ കഴിയാത്തവർക്ക് അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. പണ്ടുകാലത്ത് സ്ത്രീകൾ സ്ഥിരമായി ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഹോർമോണൽ ഇംബാലൻസ് വരാതിരിക്കാനായിട്ട്. അതിലൊന്നാണ് ചെമ്പരത്തി ഇതൾ തേനിൽ ചാലിച്ച് കഴിച്ചിരുന്ന ഒരു ശീലം. അതിന്ന് ആരും ചെയ്യാറില്ല. അപ്പോൾ പീരീഡ്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് വ്യത്യാസം വരാതിരിക്കാനും പീരീഡ്സ് കൃത്യമായിട്ട് വരാനും ഹോർമോണിന് ബാലൻസ് കിട്ടാനും 3 ചെമ്പരത്തിയുടെ ഇതൾ തേനിൽ ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുന്നായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ കാരെള്ള് കഷായമൊക്കെ എടുക്കാറുണ്ടായിരുന്നു. കറുത്ത എള്ള് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ കറുത്ത എള്ള് ഇട്ട് തിളപ്പിച്ച് അതിനെ വറ്റിച്ച് എടുക്കുന്നതായിരുന്നു കാരെള്ള് കഷായം. അതൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. കാരെള്ള് കഷായമൊക്കെ എടുക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ സമയത്തും ഡെലിവറിയുടെ സമയത്തും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ എനർജി അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. കാൽഷ്യമൊക്കെ കൂടുന്നതിലൂടെ അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാരെള്ള് കഷായവും പലരും മറന്നുപോയൊരു റെമഡിയാണ്. അപ്പോൾ അതും ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹോർമോണിൻ്റെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ് ദിവസം 1 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കാനുള്ളത്. ആ ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾക്കത് പൊടിയാക്കി ചപ്പാത്തി മാവിലോ അല്ലെങ്കിൽ ഓട്സിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ പാലിലോ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കുറയാൻ വൈറ്റമിൻ മിനറൽസിൻ്റെ ഇംബാലൻസും ഒരു കാരണമാകാം. അത്തരത്തിൽ വൈറ്റമിൻ മിനറൽസിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, അതുപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ കുറയുന്നത് കാരണം നിങ്ങൾക്കൊരു ഹോർമോണൽ ഇംബാലൻസ് വരാം. മഗ്നീഷ്യം ഒക്കെ ഒരു ബ്രെയിൻ ഫങ്ഷനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഡിപ്രഷനും വിഷാദവും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ കുറയുന്നത് കാരണമാണ് ഇത്തരം ആളുകളിൽ എപ്പോഴും വേദന, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഇതുകൂടാതെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മസാജ്, സ്റ്റീം ബാത്ത് എടുക്കുന്നത്.
ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് മാറാനായിട്ട് മെറ്റബോളിസം കൂടുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ പുറത്ത് പോകുന്നതും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മസാജ് കൃത്യമായിട്ട് എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ട്വൈസോ അല്ലെങ്കിൽ 4 ടൈംസോ ഒക്കെ നിങ്ങൾക്ക് മസാജ് എടുക്കാവുന്നതാണ്. ഈ ഒരു മസാജ് എടുക്കുന്നതിലൂടെ ബോഡിയിലെ സെൽസ് എല്ലാം ഒന്ന് ആക്റ്റീവ് ആവുകയും അതുപോലെ തന്നെ അതിൻ്റെ ലഥാർജിയൊക്കെ ഒന്ന് മാറുകയും ഒരു വൈബ്രേഷനൊക്കെ കിട്ടിയിട്ട് നല്ലൊരു ആക്റ്റീവ് ബോഡി നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ നിങ്ങളുടെ ഹോർമോണും ബാലൻസിലേക്ക് വരും. ഇനി സ്റ്റീം ബാത്ത് ആണെങ്കിൽ ഉറപ്പായിട്ടും മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പോഴ്സൊക്കെ ഓപ്പൺ ആയി നിങ്ങളുടെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സൊക്കെ കുറച്ച് നല്ല രീതിയിൽ നടക്കും. ഈ ഒരു ഡയറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിൽ മസാജും സ്റ്റീം ബാത്തും കൂടി അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്കൊരു 1 മന്തിൽ പെട്ടെന്ന് തന്നെ ഒരു ഇംബാലൻസ് ക്യൂർ ചെയ്ത് റിവേഴ്സ് ചെയ്ത് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നത്, അതിൽ നിങ്ങൾ ഫുഡിൻ്റെ മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്നു, ഈ ഒരു പ്ലേറ്ററൊക്കെ നിങ്ങൾ മോഡിഫൈ ചെയ്യുന്നു, സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു, എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നു, യോഗയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വൈറ്റമിൻ മിനറൽസ്, അതിൽ മെഗ്നീഷ്യം, പ്രത്യേകിച്ച് മെഗ്നീഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ അതായിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് കാര്യങ്ങൾ എടുക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ കുറവാണ് എന്നുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഫ്ലമേഷനൊക്കെ കുറഞ്ഞു കിട്ടും. ഇൻഫ്ലമേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു മസാജ്, സ്റ്റീം ബാത്ത് കൂടി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1 മന്തിൽ തന്നെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷമം, ബുദ്ധിമുട്ട്, പിമ്പിൾസ് കൂടി വരുന്ന അവസ്ഥ, ഇതെല്ലാം ഈ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ, ഈ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം കിട്ടും. ഞാനീ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് ഹോർമോണൽ ഇംബാലൻസ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഇൻ പേഷ്യൻ്റ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.